പ്രിയമുള്ളവരെ, രാവിലെ കുറച്ച് പരിപ്പ് പായസം കുടിക്കാൻ കിട്ടിയ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ആ പരിപ്പ് പായസം മറ്റൊന്നുമല്ല, നല്ല വാക്കുകൾ, പ്രായം ചെന്ന ഒരു വ്യക്തിയിൽ നിന്നും നല്ല വാക്കുകൾ എനിക്കിന്ന് കേൾക്കാനിട വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ആനന്ദത്തിലാണ്. അപ്പം ഇതിപ്പോൾ എടുത്തു പറയാനൊരു കാരണമുണ്ട്. അതായത് നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളിൽ നിന്നും ഈ ഒരു മാസം അടുത്ത്, ഒരു മാസം മുമ്പായിട്ട് ഒരു മോശം അനുഭവം എനിക്കുണ്ടായി. ഇച്ചിരി പ്രായം ചെന്ന വ്യക്തിയാണ്. അതും ഇതേപോലെ സംസാരത്തിൻ്റേതായ പ്രശ്നമാണ്. അതായത് നമ്മളെയും കൊണ്ട് കാര്യങ്ങളെല്ലാം സാധിച്ചിട്ട് പിന്നെ എന്താ പറയണ്ടേ, പിന്നെ മാറി നിന്ന് കുറ്റം പറയുക, മോശം പറയുക. അപ്പോൾ ഞാനിതിപ്പോൾ എടുത്ത് പറയാൻ കാര്യം വെച്ചാൽ ഇതെല്ലാം അപ്പം അന്ന് ഞാൻ ചിന്തിച്ചു, പ്രായം ചെന്ന വ്യക്തി ആയ കാരണം ഇനി ചില പ്രായമായി കഴിയുമ്പോൾ ചില ആൾക്കാർക്കുള്ളതാണ്. എനിക്കും പ്രായമായിക്കൊണ്ടിരിക്കുന്നു. പ്രായമാകുന്ന ചില വ്യക്തികൾക്കുണ്ട് നാക്കിനൊരു ഇതില്ല, എന്തും പറയാം, അവധത്തിൽ അങ്ങ് പറഞ്ഞു പോകും. അവരുടെ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് അവരൊന്നും എന്താ പറയണ്ടേ, കൺട്രോൾ ചെയ്യില്ല, എല്ലാം അങ്ങ് തുറന്നടിച്ച് പറയുന്ന വിധത്തിലാണ് മിക്ക പ്രായം ചെന്നവരും. അപ്പം എന്തോ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതും. പക്ഷേ ഇന്ന് ഞാൻ മീറ്റ് ചെയ്തതും അതേപോലെ തന്നെ പ്രായം ചെന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പം ചിന്തിച്ചപ്പോൾ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. സ്വന്തമോ ബന്ധുവോ അല്ലെങ്കിൽ വെറുതെക്കാരോ എന്തുമാകട്ടെ, സംസാരം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നിപ്പോൾ മനസ്സിലായി വരുന്നു. ഓക്കെ, നല്ല സംസ്കാരമുള്ളവർ എത്ര പ്രായം ചെന്ന് കഴിഞ്ഞാലും നല്ല രീതിയിലേ സംസാരിക്കൂ. അത് വ്യക്തമാവുകയാണ് ഒന്നുകൂടെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് പറയുന്നതിനും കൂടെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. നിങ്ങൾക്ക് നല്ലത് പറയാനായിട്ട് നിങ്ങളുടെ നാക്ക് ഉപയോഗിക്കുക. നിങ്ങൾക്ക് മറ്റൊരാളെക്കുറിച്ച് മോശമായിട്ടൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങ് വിഴുങ്ങിയേക്കുക, അതായിരിക്കും നല്ലത്. ആരും മോശമായിട്ടൊന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാകുകയില്ല. ഓക്കെ, നല്ലത് കേൾക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന ഞാനും എന്നെ സുഖിപ്പിച്ച് സംസാരിക്കണം, എപ്പോഴും അങ്ങനെ പറയണം എന്നല്ല. പക്ഷേ നമ്മളൊരു പോരായ്മ അല്ല, ഒരു തെറ്റ് അല്ല, ഒരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ അത് പറയുന്നതിനൊരു വിധമുണ്ട്. ഇത് മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ നല്ലതാണ്, ഞാൻ ആ പക്ഷക്കാരിയാണ്. പക്ഷേ ഇതല്ല, മാറി നിന്ന് മറ്റൊരാൾ നമ്മളെയും കൊണ്ട് എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ട് മാറി നിന്ന് മറ്റുള്ളവരോട് കുറ്റം പറയുക, അത് വല്ലാത്ത ഒരു സംസ്കാര ശൂന്യത തന്നെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പാൽപ്പായസം തന്ന, ഇന്ന് എനിക്ക് പരിപ്പ് പായസം തന്ന ആ ഒരു ബഹുമാന്യ അദ്ദേഹത്തോട് എനിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. ഒരുപാട് സ്നേഹം തോന്നുന്നു, എന്നും ഞാൻ സ്മരിക്കും. കാര്യം എൻ്റെ ഇന്നത്തെ ഒരു ദിവസം വളരെ ഹാപ്പിയാക്കി തന്നതിന്. ഓക്കെ, അപ്പോൾ നിങ്ങളും പറ്റുമെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതം നല്ല വാക്കുകളിലൂടെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുക.